നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന് മുൻവശത്താണ്. ഇന്ന് പുതുപ്പള്ളി രാവിലെ മുതൽ അതിരൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തെ റോഡ് തകർന്നു കിടക്കുന്നത് ഞാൻ പലവട്ടം നമ്മൾ വാർത്ത കൊടുത്തതാണ്. എന്നാൽ ഈ ഓണത്തിന്റെ സമയമായപ്പോഴത്തേന് ഇന്ന് രാവിലെ തൊട്ട് മിക്ക സ്ഥലങ്ങളിലും ഓണപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനാണെങ്കിലും എന്റെ കൊച്ചിനെയാണെങ്കിലും ഞാൻ കോട്ടയത്ത് കൊണ്ടുവിട്ടെ. കോട്ടയത്താണെങ്കിൽ ഗതാഗതക്കുരുക്ക് കാരണം ഒരു സൈഡിൽ കൂടെ പോലും പോകാൻ പറ്റില്ല. ഞാൻ ഒരു വിധത്തിലാണ് കൊച്ചിനെ കൊണ്ടുപോയി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് പോകുന്നത്. അപ്പോഴത്തേന് ഇന്നിവിടെ പുതുപ്പള്ളി വന്നപ്പോഴത്തേന് പുതുപ്പള്ളിയിൽ അതുപോലെ നിങ്ങൾക്കറിയാം പുതുപ്പള്ളിയിലെ ഗതാഗതക്കുരുക്കിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന വഴി ഒന്നാമതെ അശാസ്ത്രീയമായ ഒരു ഗതാഗത പരിഷ്കാരമാണ് പുതുപ്പള്ളി കവലയിൽ. അപ്പൊ ആ സമയത്താണ് ഇതുപോലെ വാഹനങ്ങൾ വന്ന് ഭയങ്കര ഗതാഗതക്കുരുക്ക് ഉണ്ടായ സമയത്ത് ഇവിടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇന്ന് പണി തുടങ്ങിയിരിക്കുകയാണ്. പണി തുടങ്ങിയ കോൺട്രാക്ടർ അടക്കം JCBയും അതുപോലെ കോൺക്രീറ്റ് മെഷീൻ ചെയ്യുന്ന മെഷീൻ അടക്കം എല്ലാം ഇവിടെ കൊണ്ടുവന്നതാണ്. എന്നാൽ നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധം മൂലം പണി നിർത്തിവെച്ച് അവരെ കൊണ്ട് തന്നെ തിരിച്ച് ഇവിടെ മിറ്റിൽ ഇട്ട കാര്യമാണ്. ഇപ്പം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെയുണ്ട്. പ്രസിഡന്റ് എന്ന സ്ഥലത്തിലെന്നാണ് പറയുന്നത്. അപ്പം കോൺട്രാക്ടർ അടക്കമുള്ള എല്ലാവരും ഇവിടെയുണ്ട്. ഇവിടെ പണി നടത്താനുള്ള പരിപാടിയിലായിരുന്നു, പക്ഷെ എല്ലാം ഇവിടെ നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ഇതാണ് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന പ്രവേശന കവാടം. ഇവിടെ തകർന്നു കിടന്ന് ഒരു മാസത്തോളമായി ഇവിടെ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയത്. ഇന്ന് ഈ ഓണത്തിന്റെ തിരക്കായപ്പോഴത്തേനാണ് ഇന്ന് പണിയായിട്ട് വന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ കോൺട്രാക്ടറോട് ചോദിച്ചപ്പോഴത്തേന് കോൺട്രാക്ടർ പറഞ്ഞു, കഴിഞ്ഞ മഴയുടെ സമയത്ത് അവര് പറയുന്ന കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ മഴയുടെ സമയത്ത് ഖനനം നിരോധിച്ചിരിക്കുകയായിരുന്നു. അത് കാരണം ഇവർക്ക് മിറ്റിലെ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല. ഇന്നലെ കൊണ്ടാണ് അത് മാറിയത്. മാറിക്കൊടനെ തന്നെ ആദ്യം തന്നെ ഈ വർക്ക് ചെയ്യാൻ ഇവിടെ വന്നെന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. ഇതാണ് രാവിലെ JCB ഒക്കെ ഇവിടെ കൊണ്ടുവന്നതാണ് പണി ചെയ്യാൻ വേണ്ടി. അതുപോലെ രാവിലെ ഇവിടുന്ന് വൺ വേ തിരിച്ച് ബസ്സൊക്കെ സമയം തെറ്റി വന്നുകൊണ്ട് വൺ വേ തെറ്റിച്ച് പോയതുകൊണ്ട് വഴി മുഴുവൻ ബ്ലോക്കായിരുന്നു. ഇപ്പോഴും ഗതാഗതക്കുരുക്ക് മാറിയിട്ടില്ല. ഞാൻ രാവിലെ പോകുമ്പോഴൊക്കെ നമ്മുടെ നിലയ്ക്കപ്പള്ളിക്ക് അപ്പുറം തൊട്ട് തന്നെ വഴി ബ്ലോക്കായി കിടക്കുകയായിരുന്നു. അപ്പൊ ഇവിടെ നാട്ടുകാരുടെ ഭയങ്കര പ്രതിഷേധമായിരുന്നു. ഇത്ര ഭാഗമാണ് വളരെ മോശമായിട്ട് കിടന്നത്. പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്, കോൺട്രാക്ടറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് ഇതിന്റെ മിറ്റിലൊക്കെ ഇറക്കിയിട്ട്, ഇതിപ്പം നേരത്തെ ഇറക്കിയതാണ്, മിറ്റിലൊക്കെ ഇവിടെ ഇറക്കിയിട്ടതാണ്. അതുപോലെ ഇവിടെ പാകാനുള്ള കമ്പിയല്ല, ഇത് കണ്ടോ, ഇവിടെ പാകിയിട്ട് അവിടെ സ്ഥിരം ചെയ്തുകൊണ്ട് സ്ഥിരം പൊട്ടിപ്പോവായിരുന്നു. അതിനുവേണ്ടിയാണ് ഇവർ കമ്പി പാകിയിട്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്താലേ നിൽക്കത്തുള്ളൂ. അതിനുവേണ്ടി നല്ല കാര്യമൊക്കെയാണ് ചെയ്തു പോകുന്നത്. പക്ഷേ ഈ തിരക്കിന്റെ ഇടയിലായതുകൊണ്ട് ജനങ്ങളുടെ ഭയങ്കരമായ എതിർപ്പായിരുന്നു. പ്രസിഡന്റ് പറയുന്നത് നമ്മൾ ഇത്രയും നാളും നോക്കിയിരുന്നിട്ട് MLA പറഞ്ഞ ഒരു വർക്ക് ചെയ്യാൻ വന്നപ്പോഴത്തേന് അത് ചെയ്യിക്കണ്ടെന്നുള്ളൊരു തീരുമാനം വരുമ്പോൾ നമുക്ക് പിന്നെ ഇനിയിപ്പം അത് എത്ര സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതല്ലേ. അപ്പൊ അവരെ പറഞ്ഞു വിടുക എന്ന് പറയുന്നത് കാരണം അതുപോലെ പ്രസിഡന്റ് ചെന്ന് നിർബന്ധം പറഞ്ഞു MLAയുടെ വാക്ക് പാലിച്ചാ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി അത് ചെയ്യാൻ ഒരുങ്ങി. PWD എഞ്ചിനീയർ ഓവർസിയർ വന്നിട്ടുണ്ട്. ഇവരിതെല്ലാം ചെയ്യാനുണ്ട്. പക്ഷെ ഓണമാണെന്ന് പറഞ്ഞുകൊണ്ട് പബ്ലിക് ഇങ്ങനെ പറയുമ്പം നമുക്ക് പബ്ലിക്കിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പിന്നെ ഇപ്പൊ എന്നാ ചെയ്ത് ഇതുപോലെ കുഴിയായിട്ട് കിടക്കുന്ന സാധനം ചെയ്യാൻ വരുമ്പം വേണ്ടാന്ന് പറയുന്നത് വേണ്ടാന്ന് പറഞ്ഞ ഇപ്പൊ രാവിലെ പ്രതിഷേധം ഉണ്ടായെന്ന് പറഞ്ഞാൽ വഴി മുഴുവൻ ബ്ലോക്ക് ആയിരുന്നു. ശരിയാ. അതുകൊണ്ട് ഇപ്പൊ ഓണത്തിന്റെ തിരക്കായതുകൊണ്ടാണ് ജനങ്ങൾ ഇത്ര പ്രതിഷേധിച്ചത്. അത് നമുക്ക് കേട്ടാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ചെയ്യാതിട്ടാലും കാര്യമില്ല. ഇനിയിപ്പോ എപ്പോഴാ ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഇട്ട സാധനം മഴ പെയ്തെങ്കിൽ ഇത് മുഴുവൻ പോകും. ഓണം കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ഓണം കഴിഞ്ഞ അടുത്ത വർക്കിംഗ് ഡേയില് ഇപ്പൊ ഒരാഴ്ച കൂടുതൽ പോകും. ഹരിച്ചേട്ടൻ വിളിക്കുന്നുണ്ട്. ഹരിച്ചേട്ടാ പണി തുടങ്ങിയതാണ്. പക്ഷെ ഇവിടെ പബ്ലിക്ക് തിരക്കാന്ന് പറഞ്ഞത് പബ്ലിക് ജനങ്ങള് MLA പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ ഇത്ര ഇത് കാര്യമായിട്ട് ചെയ്യാൻ വരുന്നത്.
കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റോഡിൽ പുതുപ്പള്ളിയിലെ MLA ഇത്ര ഭാഗം മോശമായി കിടന്നതിന് പഞ്ചായത്ത് ഭരണസമിതി എത്രയും പെട്ടെന്ന് ഇത് ചെയ്യണമെന്നും പറഞ്ഞ് വിമർശിച്ചായിരുന്നു. ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു സൈഡ് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ കയറ്റി വിടണം. ഇന്നൊരു ദിവസം കൊണ്ട് പണി തീരുവോ ഇത്? 2 മണിക്കൂർ കൊണ്ട് തീരുന്ന കേസാണ്. അവിടെ അല്ല, പിന്നെ അവിടെ ബ്ലോക്ക് ചെയ്തായില്ലേ? രാവിലെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഇവിടെ. ഭയങ്കര രാവിലെ നല്ല ബഹളമായിരുന്നു അല്ലേ? ഹൈദരാബാദ് വരെ പോകുന്നത് ആണ് ഞാൻ കണ്ടത്. ഞാനൊരു ആ റൂട്ടെന്ന് പറയുന്നത് മണ്ണാട് വരെ ഇവിടെ മാങ്ങാനത്തിനങ്ങാപ്പം ആണെന്നേ. വണ്ടി വിടുകയല്ല. പക്ഷേ ഇവരിത് കഴിഞ്ഞ ആഴ്ച ചെയ്യായിരുന്നു ഈ പ്രശ്നം. എന്നാണ് ഓണപ്പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം പോയി തന്നെ ചെയ്യണമെന്ന് നിർമ്മാണം അങ്ങനെ ചെയ്യാൻ നടപടിയാണ്. കോൺട്രാക്ടർ പറയുന്ന 2 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ ഇവിടെ ശരിയാകാം. പക്ഷെ ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഇവർ വന്നുകൊണ്ട് പണിക്കാരെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ വരും മുറയ്ക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പം തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്.